നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലത്ത് ഓടനവട്ടത്തെ വൈറ്റ് ഫെയറി ഓർക്കിഡ് ഗാർഡനിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം പോകുന്നത്. വീട്ടമ്മയായ അനിത ഇവിടെ പുഷ്പങ്ങളുടെ തോഴിയായുണ്ട്. ഫലനോപ്സിസും ഡെൻഡ്രോബിയവും കാറ്റ്ലിയയും വാൻഡയുമൊക്കെയാണ് ഇവിടെ താരങ്ങൾ. എല്ലാവർക്കും പ്രജനനവും പരിചരണവും നൽകാൻ അനിതയുണ്ട്. അനിതയുടെ വൈറ്റ് ഫെയറി ഓർക്കിഡിൽ നിന്നും ഇത്തവണ കാണാം ഹരിതം സുന്ദരം. ഓടനാടാണ് ഓടനവട്ടമായത്. കായംകുളം രാജ്യം ഭരിച്ചിരുന്ന രാജവംശത്തിൻ്റെ ചില തിരുശേഷിപ്പുകൾ കൂടി അവശേഷിക്കുന്നുണ്ടത്രേ ഓടനവട്ടത്ത്. അങ്ങനെ കീർത്തിയേറിയ തലമുറകൾ നിരവധി കണ്ടതാണ് ഈ ഭൂമിക. ഇപ്പോൾ ഓടനവട്ടത്ത് എത്തുന്നവർ കീർത്തിയേറിയ മറ്റൊരു സ്ഥാപനത്തെ കൂടി അന്വേഷിച്ചു വരും. അത് അനിതയുടെ വൈറ്റ് ഫെയറി ഓർക്കിഡ് എന്ന ഓർക്കിഡ് പൂങ്കാവനമാണ്. സസ്യപ്രപഞ്ചത്തിലെ വിശിഷ്ട അംഗമാണ് ഓർക്കിഡ് എന്നെല്ലാവർക്കും അറിയാം. ഓർക്കിഡ് പൂക്കളുടെ ആകൃതി, നിറം, ചെടിയുടെ പരിപാലന രീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം. മരക്കൊമ്പുകളിലും മരപ്പൊത്തുകളിലും ഈർപ്പമുള്ള ഇടങ്ങളിലെല്ലാം സ്വാഭാവികമായി വളർന്നു നിൽക്കുന്ന ചെടികളായിരുന്നു ഓർക്കിഡ്. എന്നാൽ പൂന്തോട്ടത്തിൽ വളർത്തുവാനായി തിരഞ്ഞെടുക്കപ്പെടുന്നതോടെ അവയുടെ രൂപവും ഭാവവും മാറും. തായ്വാനും സിംഗപ്പൂരും മലേഷ്യയുമൊക്കെയാണ് സങ്കരയിനം ഓർക്കിഡുകളുടെ പ്രഭവ കേന്ദ്രങ്ങൾ. കട്ട് ഫ്ലവറായി മാർക്കറ്റിൽ വൻ ഡിമാൻഡുള്ള ഇനങ്ങളുണ്ട്. അവയിൽ ചിലതൊക്കെ അനിതയുടെ പൂന്തോട്ടത്തിലുമുണ്ട്. കേരള കാലാവസ്ഥയിൽ പ്രധാനമായും വളർത്തിവരുന്ന 7 ഇനം ഓർക്കിഡുകളുടെ പറുദീസ കൂടിയാണ് അനിതയുടെ വൈറ്റ് ഫെയറി ഓർക്കിഡ്. അതിലെ ചില സുന്ദരിമാരെ ഞങ്ങൾ കണ്ടു. ഡെൻഡ്രോബിയമാണ് ഓർക്കിഡിൽ എന്നും താരം. ഡെൻഡ്രോബിയത്തിലെ പ്രശസ്തമായ 4 ഇനങ്ങളെ കണ്ടു. ഓർക്കിഡ് വളർത്തുന്നവർക്കിടയിൽ ഏറ്റവും സുപരിചിതമായ പേരാണ് ഡെൻഡ്രോബിയം. സിംബോഡിയൽ വർഗത്തിലാണ് ഡെൻഡ്രോബിയം പെടുക. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മാതൃസസ്യത്തിൽ നിന്നും ധാരാളം ഓഫ് ഷൂട്ടുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതൊരു കൂട്ടമായി തീരും. അതാണ് സിംബോഡിയൽ ഓർക്കിഡുകളുടെ പ്രത്യേകത. ഇപ്പോഴിതാ യായ കോമ്പാക്റ്റം. വെള്ളയും വയലറ്റുമാണ് യായയുടെ സവിശേഷത. പൂർണ്ണ വെള്ള ദളപുടങ്ങൾക്കുള്ളിൽ വയലറ്റ് ചായം കുമിഞ്ഞുകൂടും. യായ ഡെൻഡ്രോബിയത്തിൻ്റെ മിക്കവാറും എല്ലാ ഇനങ്ങൾക്കും കനവും വീതിയുള്ളതും തത്തപ്പച്ച നിറമുള്ളതുമായ ഇലകളുണ്ട്. പർപ്പിൾ വെള്ള കലർന്ന പൂക്കളാണ് ഇവയ്ക്ക് ഏറെ ആകർഷകത്വം നൽകുന്നത്. ഡെൻഡ്രോബിയത്തിലെ പ്രഹിഡോളിനെ കാണുക. പൂക്കൾ കുലകളായി വിരിഞ്ഞുമറിയുന്ന ചെടിയാണ് പ്രഹിഡോൾ. മഞ്ഞയും പാടലവർണ്ണവും ചേരുന്ന പ്രഹിഡോളിൻ്റെ മാതൃക ഏറെ പ്രശസ്തം. 3 ആഴ്ചയിൽ കൂടുതൽ പൂക്കൾ കുലകളിൽ തന്നെ നിൽക്കും. ക്രമേണ നിറം മങ്ങാറുണ്ട്. സൂര്യപ്രകാശവും വെള്ളവുമൊക്കെയാണ് ഓർക്കിഡ് പൂക്കളുടെ വർണ്ണതീഷ്ണത നിയന്ത്രിക്കുന്നത്. ചെറുപൂക്കളും കട്ടിത്തണ്ടുമായി പ്രഹിഡോൾ അങ്ങനെ നിന്നാൽ അതൊരു ചന്തം തന്നെ. ഡെൻഡ്രോബിയത്തിലെ മറ്റൊരിനമാണ് പിങ്ക് ട്വിസ്റ്റ്. പേരുപോലെ തന്നെ വയലറ്റ് പൂക്കൾ ചിലപ്പോൾ ചുരുൾ നിവർത്തി നിൽക്കും, ചിലപ്പോൾ ചുരുണ്ടങ്ങനെ പൂമ്പാറ്റകളെപ്പോലെ ഒതുങ്ങും. നാലാമത്തെ ഇനമാണ് പ്രൈ യെല്ലോ. മഞ്ഞ ഇതൾ വിടർത്തിയാണ് പൂക്കൾ നിൽക്കുന്നതെങ്കിലും ദളപുടത്തിലാകെ ഹരിതഛായയുണ്ട്. കാണ്ഡം ഉയർത്തിക്കൊണ്ടുവന്ന് അഗ്രത്തിൽ കുലയായി വിരിഞ്ഞു നിൽക്കുന്ന മാതൃകയാണ് പ്രൈ യെല്ലോ. ആരെയും ആകർഷിക്കാൻ ഈ കുലവിരിയൽ മതി.
ഓർക്കിഡിലെ പ്രശസ്തമായ മറ്റൊരിനമാണ് ഫലനോപ്സിസ്. പൂക്കളുടെ ആകർഷകമായ ആകൃതിയും ചെടിയിൽ കൂടുതൽ നാൾ വാടാതെ നിൽക്കുമെന്ന പ്രത്യേകതയുമാണ് അലങ്കാര ചെടികൾക്കിടയിൽ ഓർക്കിഡുകളെ വേറിട്ടു നിർത്തുന്ന ഘടകം. അത് ആവോളമുണ്ട് ഫലനോപ്സിസ് എന്ന ഇനത്തിന്. ത്രിസന്ധിയിൽ ചിറക് വിരിച്ചു പറക്കുന്ന നിശാശലഭങ്ങളുടെ സൗന്ദര്യമുണ്ട് ഓരോ പൂക്കൾക്കും. ഫലനോപ്സിസിൻ്റെ പൂക്കൾ കാണുമ്പോൾ നീളമുള്ള പൂത്തണ്ടിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി വിരിഞ്ഞു വരുന്ന പൂക്കൾ അനുകൂല കാലാവസ്ഥയിൽ ചെടിയിൽ 3 മുതൽ 4 മാസക്കാലം വരെ നിൽക്കും. വൈറ്റ് ഫെയറി ഓർക്കിഡ്സിലെ ഒരു ഫലനോപ്സിസ് ചെടിയെ കണ്ടു. പൂക്കൾക്ക് എന്തൊരു സൗരഭ്യം! വയലറ്റിൽ മഞ്ഞ കുത്തുവീണ പതങ്ക ചിറകുണ്ട് ഓരോ ദലപുടത്തിനും. 5 ഇതൾ പൂക്കളാണ് ഏറെയും. എപ്പോഴും മുകുളങ്ങൾ അടുത്ത പൂക്കൾക്കായി തയ്യാറായി നിൽക്കും എന്നതാണ് ഫലനോപ്സിസിൻ്റെ മറ്റൊരു മേന്മ. തടിച്ചു വീതിയുള്ള ഇലകളിലും വേരുകളിലുമാണ് ഫലനോപ്സിസ് വെള്ളം ശേഖരിച്ചു വയ്ക്കുക. കുറുകിയ തണ്ടിൻ്റെ 2 വശങ്ങളിലേക്കും അടുക്കായിട്ട് ഇലകൾ ക്രമീകരിക്കും. മൂപ്പത്തിയ ഇലകളുടെ മുട്ടിൽ നിന്നാണ് പൂങ്കുലകൾ ഉണ്ടായി വരിക. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഫെബ്രുവരിയിലുമൊക്കെയാണ് ഫലനോപ്സിസ് നന്നായി പൂക്കുക. കാറ്റ്ലിയ എന്നാൽ ഓർക്കിഡിൽ ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ്. താരതമ്യേന വലിപ്പം കുറഞ്ഞ ചെടികളാണ് കാറ്റ്ലിയയ്ക്ക്. അത്യാകർഷകമായ വലിയ പൂക്കളാണ് കാറ്റ്ലിയ എങ്കിലും വിടർത്തുക. ഓർക്കിഡ് ആരാധകരുടെ എന്നും ഇഷ്ടപ്പെട്ട ഇനമാണ് കാറ്റ്ലിയ. ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലും പരിമിതമായ സ്ഥല സൗകര്യത്തിലും വളർത്താൻ കഴിയുന്ന ഇനമെന്ന ഖ്യാതി കാറ്റ്ലിയയ്ക്ക് ഉണ്ട്. അധികം നീളം വയ്ക്കാത്ത സ്യൂഡോ ബൾബുകളുടെ വലിയ ഇലകളും ഉയർന്നു നിൽക്കുന്ന വലിയ പൂക്കളും ഓർക്കിഡുകളുടെ റാണി എന്ന വിശേഷണം കാറ്റ്ലിയയ്ക്ക് നേടിക്കൊടുത്തു. വൈറ്റ് ഫെയറി ഓർക്കിഡിലെ കാറ്റ്ലിയകൾ 2 ഇനമുണ്ട്. നീണ്ട വിരൽ പോലെ ഇരുവശത്തും ഇലകൾ വിടർത്തുന്ന സാധാരണ കാറ്റ്ലിയയും വ്യത്യസ്തമായി കുലകളായി സൂചിപ്പൂക്കൾ വിരിയിക്കുന്ന എപ്പി കാറ്റ്ലിയയും കണ്ടു. തണൽ നന്നേ ആവശ്യമുണ്ട് കാറ്റ്ലിയയ്ക്ക്. നേരിട്ട് മഴവെള്ളം വീഴാത്ത ഇടങ്ങളിൽ വേണം ഇവയെ പരിചരിക്കുവാൻ. അന്തരീക്ഷത്തിലെ ഈർപ്പം 70% മതിയാകും. ചെടികൾക്ക് ചുറ്റും നന്നായി വായുസഞ്ചാരം വേണമെന്ന നിർബന്ധമുണ്ട്. ബാസ്ക്കറ്റ് വാൻഡ ഒരു പുതിയ ഇനമായി പറയാൻ കഴിയില്ല. ഓർക്കിഡ് ഉണ്ടായ കാലം മുതലേ വാൻഡയുണ്ട്. വാൻഡയുടെ മുട്ടുള്ള മഞ്ഞ മുകുളം തന്നെ ഒരു ആകർഷണമാണ്. മൊക്കാറ, ഫെലനോപ്സിസ്, ഒൻസിഡിയം തുടങ്ങിയ അലങ്കാര ഓർക്കിഡുകളുടെ കൂട്ടത്തിൽ ഡിമാൻഡുള്ള പ്രധാന ഇനമാണ് ബാസ്ക്കറ്റ് വാൻഡകൾ. വർഷത്തിൽ പല പ്രാവശ്യം വിവിധ നിറങ്ങളിൽ ആകർഷകമായ വലിയ പൂക്കൾ കുലകളായി ഉൽപ്പാദിപ്പിക്കുന്നവരാണ് വാൻഡ. ഇലകൾ നീളത്തിൽ പരന്ന് 2 പാളികൾ ചേർന്ന ആകൃതിയിൽ കാണപ്പെടും. ശിഖരങ്ങളില്ലാതെ മുഖ്യ തണ്ടിൽ നിന്ന് 2 അടുക്കായിട്ടാണ് ഇലകൾ ക്രമീകരിച്ചിരിക്കുക. ഓൻസിഡിയം എന്ന മറ്റൊരിനം കൂടിയുണ്ട്. നീണ്ട ഇലകളാണ് ഓൻസിഡിയം ഓർക്കിഡിൻ്റെ പ്രത്യേകത. ചെറുപൂക്കൾ കൊങ്ങിണിപ്പൂക്കൾ പോലെ വിരിഞ്ഞങ്ങനെ നിൽക്കും. നിറചാരുതയുണ്ട് ആ പൂക്കളുടെ കുലകൾക്ക്. മഞ്ഞയും വെള്ളയും തവിട്ടുമൊക്കെ അവയിൽ ഉൾപ്പെടും. ഓർക്കിഡുകളിൽ ഒരുപക്ഷെ ഇത്രത്തോളം കുലകൾ വിരിയുന്ന മറ്റൊരിനം ഇല്ലത്രേ. അറുപതടി നീളത്തിലും 20 അടി വീതിയിലുമുള്ള വിസ്തൃതമായ ഒരു റെയിൻ ഷെൽട്ടറിലാണ് വൈറ്റ് ഫെയറി ഓർക്കിഡ് വിരിഞ്ഞു നിൽക്കുക. അതിനുവേണ്ടിയുള്ള ധനസഹായം നൽകിയത് സംസ്ഥാന കൃഷി വകുപ്പാണ്. UV സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റുകളാണ് മേൽക്കൂര. വശങ്ങളിൽ നിന്ന് വെയിലും ഈർപ്പവും അധികം വരാതിരിക്കുവാൻ ഷെയ്ഡ് നെറ്റുകൾ വിരിച്ചിട്ടുണ്ട്. പ്രകാശത്തെയും ഈർപ്പത്തെയുമൊക്കെ നിയന്ത്രിത അളവിൽ കൊണ്ടുപോകുന്നതിലാണ് ഓർക്കിഡ് വിജയത്തിൻ്റെ രഹസ്യം. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ വെളിയം കൃഷിഭവനാണ് വൈറ്റ് ഫെയറി ഓർക്കിഡിന് സഹായം നൽകിയത്. കൃഷിഭവനിലെ കൃഷി ഓഫീസർ പ്രതിഭ പ്രതികരിച്ചു. അനിതയുടെ വൈറ്റ് ഫെയറി ഗാർഡന് എല്ലാ സാങ്കേതിക ഉപദേശങ്ങളും നൽകുന്ന വെളിയം കൃഷി ഓഫീസർ PR പ്രതിഭ നമ്മോടൊപ്പം ഉണ്ട്. പ്രതിഭയുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം പ്രതിഭ. നമസ്കാരം. ഈ കൃഷിഭവനൊക്കെ എങ്ങനെ പോകുന്നു പ്രവർത്തനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് സാറേ. എത്ര സ്റ്റാഫ് ഉണ്ട്? നമ്മൾ ഇപ്പം 3 അസിസ്റ്റൻറ്റും ഒരു കൃഷി ഓഫീസറുമാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു വർക്കുണ്ടോ ഇവിടെ വെളിയത്തുണ്ടോ? വെളിയം ഒരു വലിയ പഞ്ചായത്ത് തന്നെയാണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്താ? പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വാഴയുണ്ട്, തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനത്തെ കുറേ, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ്, അങ്ങനെ കുറേ കൃഷികളുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഈ വൈറ്റ് ഫെയറി, ഇപ്പോൾ അനിതയുടെ വൈറ്റ് ഫെയറി ഗാർഡനെ കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് നൽകിയിട്ടുള്ളത്?
അനിത ചേച്ചിയുടെ വൈറ്റ് ഫെയറി ഗാർഡനിൽ നമ്മളുടെ കൃഷിഭവൻ മുഖാന്തരം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ നമ്മൾ ഒരു യൂണിറ്റിന് 40,000 രൂപ വരെ വെച്ചിട്ട് ഉള്ള സബ്സിഡി നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൻ ഷെൽട്ടർ, ഈ ചെടികൾക്ക് റെയിൻ ഷെൽട്ടറിൻ്റെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതിന് നമ്മൾ സ്ക്വയർ മീറ്ററിന് 355 രൂപ വെച്ചിട്ടുള്ള അതിൻ്റെ സഹായം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സാങ്കേതിക ഉപദേശം നൽകുന്ന പൂർണ്ണമായിട്ട് കൃഷിഭവനിൽ നിന്നാണ്. ഈ റെയിൻ ഷെൽട്ടറൊക്കെ ഈ പൂക്കൃഷിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായില്ലേ? അതെ, അതായത് എല്ലാ പൂക്കളും മിക്കവാറും സൂര്യപ്രകാശത്തിൽ ശരിയായിട്ട് വരണം എന്നില്ല. എസ്പെഷ്യലി ഓർക്കിഡൊക്കെ ആണെങ്കിൽ നമുക്ക് മഴ സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനകത്ത് ഫംഗസ് ഡിസീസ് രോഗങ്ങളൊക്കെ എളുപ്പം വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് നല്ല രീതിയിൽ നോക്കണമെങ്കിൽ നമുക്കൊരു റെയിൻ ഷെൽട്ടറിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. ഇതിൻ്റെ രോഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ ഇതിപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രോഗങ്ങളാണോ ഓർക്കിഡിലുള്ളത്? ഓർക്കിഡ് ഒരുവിധം നമ്മൾ ആദ്യമേ തന്നെ ഇനിഷ്യലി നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്താൽ നമുക്ക് എന്തായാലും രോഗങ്ങൾ വരാതെ തന്നെ നമുക്ക് തടയാൻ പറ്റും. അപ്പം വന്നാലും ചെറിയ രീതിയിൽ നമ്മൾ കണ്ട ഉടനെ തന്നെ എന്തെങ്കിലും നമ്മളൊരു പ്രിവെൻറ്റീവ് മെഷർ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ചെടീൻ്റെ രക്ഷപ്പെടുത്താൻ പറ്റും. ഈ ഓർക്കിഡിനെയൊക്കെ സംരക്ഷിക്കുന്ന അങ്ങനെ ധാരാളം പൂന്തോട്ടങ്ങൾ നിലനിർത്തുന്ന ധാരാളം കർഷകരുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. അതെ, ഉദ്യാനശ്രേഷ്ഠ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡുണ്ട്. അത് നമ്മളുടെ ഈ പൂ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഈ പച്ചക്കറിയും വാഴയും ഇഞ്ചിയും നാണ്യവിളകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഈ പൂക്കൃഷി ചെയ്യുന്നവർക്ക് ഇനി ഭാവിയുണ്ടോ? ഉറപ്പായിട്ടും ഭാവിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടുതലും നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ നമ്മൾ ബാംഗ്ലൂർ അങ്ങനത്തെ അടുത്തുള്ള സ്ഥലത്ത് നിന്നാണ് പൂക്കൾ കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഇതൊരു സത്യം പറഞ്ഞ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. വീട്ടിലിരിക്കുന്ന ഏത് വനിതകൾക്കും നമുക്കിത് ചെയ്യാവുന്നതാണ്. അതിനാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു സഹായം ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഉറപ്പായിട്ടും പൂക്കൃഷി നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ഇതുപോലൊരു പൂക്കൃഷി ചെയ്യണമെന്ന് തോന്നിയാൽ അവരാരെ സമീപിക്കേണ്ട സഹായം കിട്ടാൻ? തീർച്ചയായിട്ടും നമ്മൾ കൃഷിഭവനുമായിട്ട് അവർ സമീപിക്കേണ്ടതാണ്. നമ്മൾ ഏത് രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും നമ്മൾ ഉറപ്പായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴിയാണ് ഇത് ചാനലൈസ് ചെയ്യുന്നത്. അതെ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയാണ് കട്ട് ഫ്ലവർ എന്ന് പറഞ്ഞ സ്കീമാണ് ഇത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു യൂണിറ്റിന് നമ്മൾ 40,000 രൂപ സബ്സിഡി ആയിട്ട് നൽകുന്നു. ഈ ഓർക്കിഡിന് ശരിക്കും അലങ്കാരം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൂക്കൾ എന്നതിനപ്പുറത്തേക്കൊരു വിപണിയുണ്ടോ? ഓർക്കിഡിന് നമ്മളിപ്പോൾ തന്നെ നമുക്ക് കാണാം, നമ്മൾ കുറേ പാർട്ടീസ് പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ തന്നെ കുറേ ഇടത്തും നമുക്ക് ഈ ഓർക്കിഡ് തന്നെയാണ് മെയിൻ അട്രാക്ഷനായിട്ട് അവിടെ വെക്കുന്നത് തന്നെ, അലങ്കാര ചെടികളായിട്ട് വെക്കുന്നത് തന്നെ. ഇപ്പോൾ ഈ ഓർക്കിഡിൻ്റെ തൈകളൊക്കെ തന്നെ ഇവിടുന്ന് ധാരാളം പാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതെ, ഈ അനിത ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ തന്നെ മോസ്റ്റ്ലി നമുക്കൊരു ഇവിടെ 7-8 കർഷകരുണ്ട് ഈ ഓർക്കിഡ് കൃഷി ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും തൈകൾ സപ്ലൈ ചെയ്യുന്നത് തന്നെ അനിത ചേച്ചിയാണ്. അപ്പം പുറത്തും ഓൺലൈനായിട്ടും സപ്ലൈ ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മുടെ വെളിയവും അതുപോലെ തന്നെ കൊട്ടാരക്കര ഭാഗത്ത് എല്ലാവർക്കും അനിത ചേച്ചിയാണ് സപ്ലൈ ചെയ്യുന്നത്. വേരുകളോടുകൂടിയ ഒരു ഡെൻഡ്രോബിയം അനിത പോട്ട് ചെയ്യുന്നത് കണ്ടു. ഓർക്കിഡ് ചട്ടിയാണ് ആദ്യം വേണ്ടത്. ഓർക്കിഡ് വളരുവാൻ ഏറ്റവും സമൃദ്ധമായ ഇടം തന്നെയുണ്ട് ഓർക്കിഡ് ചട്ടിയിൽ. ആദ്യം തന്നെ ഓട് കഷ്ണങ്ങളിടും. പിന്നീട് ചെടി ഒതുക്കി അതിൻ്റെ മുകളിൽ വയ്ക്കും. മരക്കരി വെച്ചാണ് പിന്നീടുള്ള ഭാഗം നിറയ്ക്കുക. ഒന്നും കുത്തി നിറയ്ക്കരുത്. ചെടിയുടെ കടഭാഗത്തേക്ക് ഭാരം അധികം വരാത്ത രീതിയിൽ ഒതുക്കി നിർത്തണം. കരി ഒരു നിരപ്പായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഓട് കഷ്ണങ്ങൾ ഇടാം. ചെടി നിറച്ചാൽ ചെറുതായി നനയ്ക്കാം. ഓർക്കിഡിന് നന അമിതമാകരുത്. ഫംഗസുകളുടെയും ഷഡ്പദങ്ങളുടെയും ഒക്കെ ക്രൂരത ഓർക്കിഡിനോടുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്നുകൾ കൃത്യമായി വേണം. ആൻറ്റിബയോട്ടിക്കുകളും കുമിൾനാശിനികളും കൃത്യമായി പ്രയോഗിക്കും. ഭർത്താവ് ഇന്ദുകുമാർ ഇക്കാര്യത്തിൽ അനിതയെ സഹായിക്കുന്നുണ്ട്. ചെടികൾക്കുള്ള കൃത്യമായ നന ഇന്ദുകുമാർ തന്നെയാണ് ഏറ്റെടുക്കുക. അതിനായി പമ്പുകളുണ്ട്. പുലരിയിലാണ് അതൊക്കെ ചെയ്യാറ്. ഇരുവരും മഴമറയിലേക്ക് കയറും. അനിത ചെടികളുടെ പരിപാലനം ഏറ്റെടുക്കും. ഇന്ദുകുമാർ നനയും. ഓർക്കിഡിന് വളം താഴെ വേരിലല്ല, പലപ്പോഴും ഇലകളിൽ തളിച്ചാണ് അത് ചെയ്യുക. കൃത്യമായ അളവിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുവാൻ ഇന്ദുകുമാറിനും അനിതയ്ക്കും അറിയാം. പൂക്കളുടെ കുലവിന്യാസം, ഇലകളുടെ നിറം, മഞ്ഞളിപ്പ്, വേരുകളുടെ പുഷ്ടി ഇവയെല്ലാം നോക്കിയാണ് മരുന്നുകളുടെയും വളങ്ങളുടെയും പ്രയോഗം. അതൊക്കെ തരാതരം പോലെ അപ്പോൾ തന്നെ ചെയ്യും. ഓരോ ഓർക്കിഡും സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ് അനിതയ്ക്ക്. അതിൻ്റെ വളർച്ചയും തളർച്ചയുമൊക്കെ ഹൃദയതാളം പോലെ വ്യക്തവും. തളർന്നു പോകുന്ന ഓർക്കിഡുകളെ
മരങ്ങളിലേക്ക് കയറ്റിവിട്ട് കെട്ടും. അപ്പോഴേക്കും വീണ്ടും അവർ ചൈതന്യം പ്രാപിക്കും. ചൈതന്യം പ്രാപിച്ച ഓർക്കിഡുകളെ ചട്ടിയിൽ നിറയ്ക്കാം. മരപ്പൊത്തുകളും ചുമരുകളും തന്നെയാണ് ഓർക്കിഡിന് ഏറ്റവും പറ്റിയ സ്വാഭാവിക പ്രതലം. ഓർക്കിഡുകളുടെ വിപണനത്തിനായി സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ് അനിത തിരഞ്ഞെടുത്തത്. വിപുലമായ വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനായി ഉണ്ട്. ഫേസ്ബുക്കിലും റീലുകളിലുമൊക്കെ അനിത പരസ്യം നൽകാറുണ്ട്. വളരുകയും തളരുകയും ചെയ്യുന്ന പൂവിപണിയെക്കുറിച്ച് എല്ലാം കൃത്യമായി അറിയാം. അനിത ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. ഓടനവട്ടത്തെ വൈറ്റ് ഫെയറി ഗാർഡനിലെ നായിക അനിത നമ്മോടൊപ്പം ഉണ്ട്. അനിതയുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം അനിത. അനിത എങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഒരു ഓർക്കിഡ് ഒരു ഗാർഡനൊക്കെ വീട്ടിലുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയത് എപ്പോഴാണ്? എനിക്ക് നേരത്തെ മുതലേ ചെടികൾ ഇഷ്ടമായിരുന്നു, എല്ലാ ചെടികളും ഇഷ്ടമായിരുന്നു. പിന്നെ പതുക്കെ ഓർക്കിഡിലേക്ക് കല്യാണത്തിന് ശേഷം ഓർക്കിഡ് ആദ്യമായിട്ട് ഹസ്ബൻഡ് വാങ്ങി തന്ന് പിന്നെ കളക്ഷനിലോട്ട് കൂടുതൽ കൊണ്ടുവന്ന് ഇപ്പം ഒരുവിധം എല്ലാ കളക്ഷൻസും ഉണ്ട്. ആദ്യമായിട്ട് കൊണ്ടുവന്ന ഓർക്കിഡ് ഏതാ? ഓർമ്മ ഡെൻഡ്രോബിയം സോണിയാണ്. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അന്ന് സോണിയ ആയിരുന്നു എല്ലാവരും താരമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് എല്ലാ വെറൈറ്റികളും ഒക്കെ. ഈ ഓർക്കിഡ് വിവിധ തരത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ചില യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞങ്ങൾ യാത്രകൾ പോകുമ്പോൾ എറണാകുളം പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ട്രിവാൻഡ്രം പോകുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കളക്ട് ചെയ്യുമായിരുന്നു. ഈ ഒരു കാലത്ത് ഈ ഓർക്കിഡിൻ്റെ ഒരു വലിയൊരു ബൂം, അതായത് കേരളത്തിൽ ഏറ്റവും വലിയൊരു വിപണി ഓർക്കിഡിനായിട്ട് മാറി. ഇപ്പം ശരിക്കും അത്രയ്ക്കൊരു വിപണിയുണ്ടോ? ഇപ്പോൾ ഇത്തിരി ഡള്ളായി ഇരിക്കുകയാണ്. ശരിക്കും കോവിഡിൻ്റെ സമയത്ത് നന്നായിട്ട് പോയിരുന്നു, സെയിലോ ഉണ്ടായിരുന്നു, നല്ല ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഇത്തിരി ഡള്ളായിട്ടിരിക്കുക. ഈ ഓർക്കിഡ് നമ്മളിതിനൊരു ഇങ്ങനൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ശരിക്ക് സെയിലാണോ സാറ്? സെയിലല്ല, ഞാൻ ഇതിപ്പം ചില വെയിൽ, വെള്ളം അതൊക്കെ ഉണ്ടല്ലോ, കാലാവസ്ഥ, അതൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം? കാലാവസ്ഥ ഒരു നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത്. മഴവെള്ളം ഡയറക്റ്റ് വീഴുന്ന സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻസും പിന്നെ കൂമ്പ് ചീയൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ധാരാളമായിട്ട് കണ്ടുവരുന്നു. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ ചെടികളും നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ പോട്ടിംഗ് മീഡിയത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ല, അപ്പോൾ ഈ ഇങ്ങനെ കണ്ടാൽ, അതായത് വേര് ചെയ്യൽ, കൂമ്പ് ചെയ്യൽ, അതൊക്കെ കണ്ട ഫംഗൽ ഡിസീസ് കണ്ട എന്താ പ്രതിവിധി ചെയ്യുക? നമ്മൾ ആ ചെടിയെ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റി വയ്ക്കും വേറെ ഏരിയയിലോട്ട്. എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പകരും. അതുകൊണ്ട് നമ്മൾ ആ ചെടിയെ സെപ്പറേറ്റ് വേറെ ഏരിയയിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളതിൻ്റെ ഇപ്പോൾ കൂമ്പ് ചീഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൂമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്നുകിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഡയറക്റ്റ് ഇറ്റിച്ച് കൊടുക്കും, അതല്ലെങ്കിൽ സാഫ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ചെടിയെ ഒന്ന് മാറ്റി വെച്ചിട്ട് ശ്രദ്ധിച്ചാൽ മതി. ചെടിയും പൂക്കളും മാത്രം പോരാ, അവയുടെ വിപണനം വളരെ പ്രധാനമാണ്. കൊറിയർ സർവീസുകളിലൂടെയാണ് ചെടികൾ അന്യനാട്ടിലേക്ക് അയക്കുക. ആദ്യം തന്നെ ചെടി ഓർക്കിഡ് ചട്ടിയിൽ ഒതുക്കി വയ്ക്കും. അങ്ങിങ്ങായി വളർന്നു വരുന്ന മുകുളങ്ങളെയും വളർച്ചയും ഒന്നും തടസ്സപ്പെടുത്തിക്കൂടാ. അത് നന്നായി ഒതുക്കണം. ടിഷ്യൂ പേപ്പറുകളും പഞ്ഞിയുമൊക്കെയാണ് ഇതിന് കൂട്ടാകുക. പഞ്ഞി വെച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് പൊതിഞ്ഞാൽ പിന്നീട് ചെറിയ തോതിൽ സെല്ലോ ടേപ്പ് അപ്ലൈ ചെയ്യാം. വീണ്ടും വർത്തമാന പത്രത്തിൽ അത് പൊതിഞ്ഞ് ഒരിക്കൽ കൂടി സെല്ലോ ടേപ്പ് പതിപ്പിക്കാം. പിന്നീടാണ് ചെറിയ കാർഡ്ബോർഡ് ബോക്സുകളിലേക്ക് ഇത് മാറ്റുക. ചെടി പൊതിഞ്ഞു കെട്ടി വെച്ചാൽ ബാക്കിയുള്ള സ്ഥലം പേപ്പർ കട്ടിംഗ് ഉപയോഗിച്ച് നിറയ്ക്കണം. പേപ്പറും പേപ്പർ കട്ടിങ്ങും ഉപയോഗിച്ച് നിറയ്ക്കുന്നതോടെ ചെടി പൂർണ്ണമായും സുരക്ഷിതമാവും. കാർഡ്ബോർഡ് സെല്ലോ ടേപ്പിൽ പൂശിയാൽ പിന്നീട് അയക്കാം. പൂന്തോട്ടം ഒന്നൊന്നായി വിപുലപ്പെടുത്തുന്ന ആഗ്രഹമുണ്ട് അനിതയ്ക്ക്. അതിനൊക്കെ ചില പദ്ധതികൾ മനസ്സിലുമുണ്ട്. ഹരിതസുന്ദരത്തോട് അനിത മനസ്സ് തുറന്നു. ഈ ഓർക്കിഡുകൾ വിദേശത്തു നിന്ന് വരുന്ന ഓർക്കിഡുകളൊക്കെ ഉണ്ടോ? അപ്പം അതിനെയൊക്കെ ഇങ്ങനെ ഒരു ചെടി വരുമ്പോൾ അതിനെ പത്താക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ രണ്ടായിട്ടെങ്കിലും മാറ്റാം. അത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെടികളെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഓർക്കിഡിൻ്റെ യഥാർത്ഥ ആവശ്യക്കാരാണ്? ശരിക്കും
ലേഡീസും ജെൻസും രണ്ടുപേരും ഒരുപോലെ തന്നെ വാങ്ങാറുണ്ട്. ഇവിടെ ഇതൊക്കെ വാങ്ങാൻ നിരവധി ആളുകൾ വരാറുണ്ട്. ഇപ്പം ഇത്തിരി കുറവാണ്. ഇപ്പോൾ ഈ ഓൺലൈൻ വിൽപ്പനയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഓൺലൈനിൽ സെയിൽ നടക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ പ്ലാറ്റ്ഫോം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത്? ഞാൻ ശരിക്കും ഫേസ്ബുക്ക് വഴിയാണ് കൂടുതൽ. നമ്മളിപ്പം റീൽസ് അങ്ങനെയൊക്കെ നമ്മൾ റീൽസ് വഴിയൊക്കെ നമ്മൾ അങ്ങനെ സെയിലെന്നുള്ള രീതിയിലല്ല, നമ്മൾ അല്ലാതെ തന്നെ റീൽസിൽ നമ്മൾ കാണിക്കുന്ന ചെടികൾ കൂടുതൽ ആളുകൾ ചോദിച്ച് അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ആ ഒരു ചെടി കണ്ടുകൊണ്ട് ചോദിക്കുന്നവർ വേറെ ചെടികൾ ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് സെയിൽ നടക്കാറ്. ഇപ്പം ദൂരെയുള്ള ഒരാൾക്ക് ചെടി കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ അയച്ചു കൊടുക്കും. ഒന്ന് DTDC കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്ന DTDC ആണ്. പിന്നെ സ്പീഡ് പോസ്റ്റ് വഴി അയക്കാറുണ്ട്. ഇത് എത്ര ദിവസം വരെയൊക്കെ ഇരിക്കും? ഇത് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. നമ്മൾ ആൻഡമാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അയച്ചിട്ട് 9 ദിവസമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിന് നമ്മളൊത്തിരി കെയർ അതിന് മുമ്പ് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചെടി ഡ്രൈ ആക്കി നനവ് മാറ്റിയിട്ട് അയക്കണം. ഇപ്പോൾ ഈ രംഗത്ത് ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ വന്ന് വീണാൽ, പുതിയതായിട്ട് ഒരാൾ വന്ന് ചടിയിൽ അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം എന്തോ? ചതി എന്താ ആദ്യം? ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കിഡിനെ കുറിച്ച് ആദ്യം സെയിലാവും സാറ്. സെയിലല്ല, ഇപ്പോൾ വരുന്ന ഇപ്പം ഇത് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി. അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുന്ന അവസ്ഥ വല്ലതും ഉണ്ടാവും? കൂടുതൽ ഇനി വരുന്ന നമ്മൾ പഠിക്കാതെ കൊണ്ട് എടുത്ത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തന്നെ. നമ്മൾ ശരിക്കും ആദ്യം നമ്മൾ ഓർക്കിഡിനെ നമ്മൾ സ്നേഹിച്ച് നമ്മൾ വളർത്തി നന്നായിട്ട് അതിനോടൊരു ഇണക്കം വരണം. അതിന് ശേഷം നമ്മൾ സെയിലായാലും എന്ത് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് തന്നെ എൻ്റെ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകാനുണ്ട്? വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് നല്ലൊരു ഇതാണ്. അവർ വെറുതെ ഇരുന്ന സമയം കളയാതെ കൊണ്ട് ചെറിയൊരു വരുമാനം എന്തായാലും ഇതിൽ നിന്നുണ്ടാവും. നന്നായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ ഈ അനിത് ആഗ്രഹിച്ചു പക്ഷെ കിട്ടിയില്ല, അങ്ങനെ ഒരു ഓർക്കിഡ് ഉണ്ടോ? അങ്ങനെ ഇല്ല, ഒരു എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ഒരു ആഗ്രഹം? നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇത് വിപുലമാക്കണം. ജീവിതകാലത്ത് ഒരു മുൾച്ചെടി പറിച്ചു കളയുകയും പൂച്ചെടി നടുകയും ചെയ്തവരെയാണ് ലോകം എന്നെന്നും ഓർക്കുക. അങ്ങനെയെങ്കിൽ അനിത എന്ന വീട്ടമ്മ എന്നെന്നും ഓർക്കപ്പെടേണ്ടവർ തന്നെ. നേരാം ഭാവുകങ്ങൾ.